വിഷുപ്പുലരിയിൽ തങ്കമ്മയ്ക്ക് കൈനീട്ടമായി ലഭിച്ചത് സ്വപ്നഭവനത്തിൻ്റെ താക്കോൽ. ഡോക്ടർ എം എസ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ മനോഹരമായ ചെറിയ വീട് തങ്കമ്മയ്ക്ക് സ്വർഗരാജ്യം തന്നെയാണ്. തങ്കമ്മയുടെ സ്വർഗരാജ്യം. പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെ അതിർത്തിക്ക് സമീപം നെടുങ്കുന്നം പഞ്ചായത്തിലെ ചേലക്കുമ്പ് നിവാസിയായ തങ്കമ്മയുടെ 1.25 പതിറ്റാണ്ടിലധികമായുള്ള സ്വപ്നമാണ് സ്വന്തമായി ചെറിയൊരു വീട് എന്നത്. ഭർത്താവ് റെജിയും നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകൾ റോഷ്നയും അടങ്ങുന്ന കുടുംബം ഒരു നടവഴി പോലുമില്ലാത്ത സ്ഥലത്ത് ബന്ധുവിൻ്റെ പുരയിടത്തിൽ നിർമ്മിച്ച ചെറിയ ഷെഡിലാണ് താമസിച്ചിരുന്നത്. പഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ക്ഷീരകർഷകനായ റെജി അധ്വാനിച്ച് നല്ല നിലയിൽ കുടുംബം നോക്കി വന്നിരുന്നു. എന്നാൽ തങ്കമ്മയെ ബാധിച്ച കിഡ്നി സംബന്ധമായ രോഗം കുടുംബത്തെ സാമ്പത്തികമായി തളർത്തിക്കളഞ്ഞു. തൻ്റെ ദുരവസ്ഥ റെജി സുനിൽ ടീച്ചറെ അറിയിക്കുകയും സുനിൽ ടീച്ചർ റെജിയുടെ വിവരങ്ങൾ തേടി നെടുങ്കുന്നത്ത് എത്തുകയുമായിരുന്നു. 2 മുള്ളുവേലികൾക്കടിയിൽ കൂടി ദുർഘടമായ വഴിയിലൂടെ തങ്കമ്മ റെജി ദമ്പതികൾ താമസിക്കുന്ന ഷെഡിന് മുന്നിലെത്തിയതോടെ ആ കുടുംബം അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ ബോധ്യപ്പെട്ട സുനിൽ ടീച്ചർ അവർക്കായി ഒരു വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് മടങ്ങിപ്പോയത്. വിദേശ മലയാളികളായ ജോബ്, സൂസി ദമ്പതികളുടെ സഹായത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 3 സെന്റ് സ്ഥലത്ത് ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ മനോഹരമായ ചെറിയ വീട് നിർമ്മിച്ചത്. നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതലുണ്ടായ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സുനിൽ ടീച്ചറും ജയലാലും ചേർന്ന് നിർമ്മാണം പൂർത്തിയാക്കി വിഷുപ്പുലരിയിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ തങ്കമ്മയ്ക്കും കുടുംബത്തിനും വീടിൻ്റെ താക്കോൽ കൈമാറിയത്. ചേർത്ത് നിർത്താൻ ബാധ്യസ്ഥതയും ശക്തിയും ഉള്ളവരിൽ നിന്നുണ്ടായ സമാനതകളില്ലാത്ത അവഗണനകളെയും എതിർപ്പുകളെയും തരണം ചെയ്ത് ഇന്ന് തങ്കമ്മ സ്വന്തമാക്കിയ ചെറിയ വീട് തങ്കമ്മയ്ക്ക് സ്വർഗരാജ്യം തന്നെയാണ്. ഒരു 28 വർഷം ഒരു വീടിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വാടക വീടോളം താമസിച്ചു. അവസാനം എൻ്റെ ഈ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇളയ സഹോദരൻ്റെ കല്യാണം പ്രമാണിച്ച് അടുത്തൊരു വീട്ടിൽ താമസമായി. അവിടെ ഒരു 5 വർഷം താമസിച്ചു. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് എൻ്റെ അമ്മയുണ്ട്, സഹോദരങ്ങളെല്ലാവരും ഉണ്ട്. അവരെല്ലാം പറഞ്ഞു, എന്നാൽ പശുക്കളുണ്ടല്ലോ, അതിനെയൊന്നും വിൽക്കേണ്ട, അതിനെ ഇവിടെ കൊണ്ടു കെട്ടാൻ പറയും. ഇവിടെ മുഴുവൻ റബ്ബറായിരുന്നു. റബ്ബറിനകത്ത് ഒരു ചെറിയ കുടിൽ കെട്ടി ഇവിടെ വന്ന അന്ന് തുടങ്ങി എനിക്ക് കിഡ്നിക്ക് പ്രശ്നം. ഈ പുള്ളിക്കാരൻ്റെ ഒരു 6 സെൻറ്റ് സ്ഥലം 42 രൂപ വെണ്ണിക്കുളത്താണ്, 42 രൂപ വിറ്റിട്ട് കിട്ടി. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഇവിടെ ഒരു രക്ഷയില്ല. പിന്നെ അതുകൊണ്ട് പശുവിനെ മേടിച്ച് പശുവിനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി. 3-4 വർഷം ഇപ്പം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ ആങ്ങളമാരെല്ലാം മരിച്ചു. ഇവിടെ എനിക്ക് അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ സകലരും എനിക്ക് പ്രതികൂലമായിപ്പോയി. തങ്കമ്മയുടെ സ്വർഗരാജ്യം. തൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ 350ാമത്തെ വീട് ഏറ്റവും അർഹരായവർക്ക് തന്നെ നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് സുനിൽ ടീച്ചർ. റെജിയും തങ്കമ്മയും മകളും ഇവർ 3 പേരുമാണ് ഈ വീട്ടിൽ, അതായത് നേരത്തെ താമസിച്ചിരുന്ന ഒരു ചെറിയ പൊളിഞ്ഞു പോയ, നമ്മൾ കുടിലെന്നൊക്കെ പറയാമെന്നല്ലാതെ അത് കുടിലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരം ഒരു സാഹചര്യത്തിൽ 15 വർഷമായിട്ട് അവർ താമസിക്കുകയായിരുന്നു. പക്ഷേ ഇവരെ ഞാൻ എങ്ങനെ കണ്ടെത്തി എന്ന് ചോദിച്ചാൽ, റെജി എനിക്ക് തോന്നുന്നൊരു 4-5 തവണ, ഞാനെന്നും നേരം വെളുക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് കതക് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് റെജി ആയിരിക്കും. റെജിയുടെ കരഞ്ഞ മുഖം. കാര്യം അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ ഭാര്യ വിവിധ അസുഖങ്ങളായിട്ട്, ഹാർട്ടിൻ്റെ പ്രോബ്ലം, കിഡ്നിയുടെ പ്രോബ്ലം ആയിട്ട് രോഗാവസ്ഥയിലാണ്. അപ്പോൾ ആ രോഗാവസ്ഥ കൊണ്ട് ദൈനംദിന ജീവിതത്തിന് പോലും ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ 2 പശുക്കളെ വളർത്തിയാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 3 സെൻറ്റ് വസ്തുവുണ്ട്, ആ വസ്തുവിൽ മാഡം എനിക്കൊരു വീട് വെച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയാൽ നിങ്ങൾക്ക് നമ്മൾ വസ്തു കിട്ടുമ്പോൾ വീട് കിട്ടത്തില്ലേ? അപ്പം പറഞ്ഞു, 40,000 രൂപ ഞാൻ വാങ്ങിച്ചു പോയി, പക്ഷേ എനിക്ക് തറ പോലും കെട്ടാൻ പറ്റിയില്ല. കാര്യം 40,000 രൂപ ഇയാൾ വാങ്ങുന്ന സമയത്താണ് ഈ ഭാര്യയുടെ ചികിത്സയ്ക്കായിട്ട് ഇയാൾ പോകുന്നത്. അപ്പം അങ്ങനെ ആ വസ്തു അതേപോലെ കിടപ്പുണ്ട്, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ വീട് വന്ന് കണ്ടില്ല, പക്ഷേ കാണാതെ തന്നെ പറഞ്ഞു, എന്നുവെച്ചാൽ എങ്ങനെയും ഒഴിഞ്ഞു പോട്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, ആ 40,000 രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കാമെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലാതെ എനിക്കൊരു പൈസ കൊണ്ട് ഒരു വീട് ചെയ്യുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തന്ന 40,000 രൂപ നിങ്ങൾ മേടിക്കുകയും എനിക്കങ്ങനെ പറ്റത്തില്ല, ഒരു വ്യക്തിയുടെ പേരിലാണ് ഞാൻ വീട് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയി പഞ്ചായത്ത് സെക്രട്ടറി കണ്ടിട്ട് പൈസ തിരിച്ചടച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ ഞാനും ജയലാലിലൂടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇവരുടെ കുടിലിലോട്ട് പോകാനുള്ള വഴി പോലുമില്ല. അപ്പോൾ ഒരു മുള്ളുവേലിക്കകത്തൂടെ ഊർന്നിറങ്ങി ആണ് ഞാൻ ഈ കുടിലിൽ വന്നിവരെ കാണുന്നതും. കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞതിനെക്കാട്ടി ദയനീയ ഒരു അവസ്ഥയായിരുന്നു ഞാൻ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ്
DD വിനോസ്, പത്തനംതിട്ട.